ഹലോ ഗൈസ്, ഞങ്ങൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. നാടൻ ഞണ്ടാണ്. 1 കിലോ എടുത്തിട്ടുണ്ട്. ഇത് കയ്യൊരു നിൽക്കുക. നോക്ക്. അപ്പോൾ നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷം വാഴയിലയിലേക്ക് എടുത്തു വെച്ചു. ഒരു 10-12 ഞണ്ടുകളുണ്ട്. എല്ലാവരും ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ മേത്ത് മണലും അഴുക്കൊക്കെ ഉണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് അത്ര വലിയ പാടുള്ള പണിയല്ല. ഞങ്ങൾ ഈ ഞണ്ട് വാങ്ങിച്ച ആളോട് തന്നെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. പുള്ളിയും പറഞ്ഞത് അത്യാവശ്യം ഹാർഡുള്ള ജോലിയല്ല, സിമ്പിളാണെന്നാണ്. അങ്ങനെ നമ്മുടെ അമ്മ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിലേക്ക് കടന്നു. ആദ്യം തന്നെ ഞണ്ടിൻ്റെ കാല് ഒടിച്ചു. അത് ഇത്തിരി പാടാണ് ഒടിക്കാൻ. കാലൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിരിച്ചൊടിക്കണം. കാരണം ഞണ്ടിൻ്റെ കാലിന് ഭയങ്കര ബലമാണ്. അങ്ങനെ ഞണ്ടിൻ്റെ കാല് ഓരോന്നായിട്ട് ഒടിച്ചു. ചെറിയ കാല് മിക്കവരും ഞണ്ടിൻ്റെ ചെറിയ കാല് കളയുന്നതാണ് പതിവ്. പക്ഷെ ഞങ്ങൾ കാല് കളയുന്നില്ല. ഇതിന് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ആരും കളയരുത്. വലിയ ഞണ്ടിൻ്റെ കാലിലെ നഖം കളഞ്ഞു. അങ്ങനെ ഓരോന്നായി അമ്മ അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കളയാൻ കുറച്ച് പാടാണ്, എന്നാലും അമ്മ അത് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോകുകയാണ്. ഞണ്ടിൻ്റെ അടിഭാഗത്തായിട്ടാണ് പൊന്നിരിക്കുന്നത്. അപ്പോൾ അത് തുറക്കണം. അത് തുറക്കാനായിട്ട് അധികം പാടൊന്നുമില്ല. അങ്ങനെ അമ്മ അത് തുറക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. വലിയ ഞണ്ടാണ് ഇപ്പോൾ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് തുറക്കാൻ ഇത്തിരി പാട്. ചെറിയ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത സമയത്ത് തുറക്കാനൊക്കെ പെട്ടെന്ന് പറ്റി. അപ്പോൾ ഗായ്സ്, അമ്മ ദേ തുറക്കുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ പരിശ്രമത്തിനൊടുവിൽ തുറന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പൊന്നും അഴുക്കും ഒരു തരം ഈള വെള്ളമുണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്ത് മാറ്റാൻ. അങ്ങനെ അമ്മ അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാ ഞണ്ടിനെയും കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് മാറ്റി. ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എളുപ്പമാണ് ഗൈസ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണേ. ഓക്കേ.